നമസ്കാരം. അതിർത്തിയിൽ അശാന്തി പടർത്തിയ കൊടും ഭീകരരെ കാലപുരിക്ക് അയച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ. സൈന്യം പഴുതടച്ച കെണികളൊരുക്കിയാണ് ഭീകരരെ തളയ്ക്കുന്നത്. വടക്കൻ കശ്മീരിലെ ബന്ദിപ്പോറയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ബന്ദിപ്പോറ ജില്ലയിലെ അരഗാം മേഖലയിൽ ഭീകര സാന്നിധ്യമുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് സുരക്ഷാ സേന ശക്തമായ തിരച്ചിൽ നടത്തിയത്. ജമ്മുകശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിൽ സുരക്ഷാ സേന കേന്ദ്രങ്ങൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുന്നതിനിടെയാണ് ശക്തമായ വെടിവയ്പുണ്ടായത്. ഭീകര സംഘത്തിലെ ബാക്കിയുള്ളവർക്കായി സൈന്യം തിരച്ചിൽ തുടരുകയുമാണ്. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെയാണിത് എന്നത് എടുത്തു പറയണം. മേഖലയിൽ ഉയർന്നുവരുന്ന ഭീകരതയ്ക്കെതിരെ ശക്തമായ പ്രതികരണം നടത്താൻ അമിത്ഷാ ഉന്നത ഉദ്യോഗസ്ഥരോട് യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ജമ്മുകശ്മീരിലെ റിയാസി, കത്വ, ദോഡ ജില്ലകളിലെ 4 സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു CRPF ജവാൻ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. ജൂൺ 12-ന് കത്വ ജില്ലയിൽ 2 പാകിസ്ഥാൻ ഭീകരരെ സേന കൊലപ്പെടുത്തിയിരുന്നു. അവരുടെ പക്കൽ നിന്ന് വലിയ തോതിൽ വെടിക്കോപ്പുകളും കണ്ടെത്തിയിരുന്നു. ജമ്മുകശ്മീരിലെ ഹന്ദ്വാരയിൽ നിന്നും ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരനെ സുരക്ഷാ സേന പിടികൂടിയതും എടുത്തു പറയണം. കക്രി ഗ്രാമത്തിൽ താമസിക്കുന്ന സക്കീർ ഹമീദ് മിറാണ് പിടിയിലായത്. മേഖലയിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകിയതായി കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരരുമായി സക്കീർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. മേഖലയിൽ നടന്ന കൊലപാതകങ്ങളിൽ ഇയാൾക്ക് പങ്കുള്ളതായി നേരത്തെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനീസ് പിസ്റ്റളുകളും ഹാൻഡ് ഗ്രനേഡും ഭീകരിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഇയാളെ സുരക്ഷാ സേന കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ നടത്താൻ ഭീകരർ വിവിധ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. പലവിധ മാർഗങ്ങളിലൂടെ അശാന്തി പടർത്താനാണ് ഭീകരരുടെ ശ്രമം. മുംബൈ നഗരത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ബോംബ് ഭീഷണി എത്തിയതും എടുത്തു പറയണം. മിറാ റോഡിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിക്ക് നേരെയാണ് ബോംബ് ഭീഷണി എത്തിയത്. ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചതെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ആശുപത്രിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നും ഉടനെ പൊട്ടുമെന്നുമായിരുന്നു സന്ദേശത്തിലുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയും ചെയ്തു. നിലവിൽ സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ല എന്നും പരിശോധന തുടരുമെന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മുംബൈക്ക് പുറമെ ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ ഇപ്പോൾ സുരക്ഷാ സേനയെയും നിരപരാധികളായ സാധാരണക്കാരെയും ലക്ഷ്യമിടുന്നു എന്നതാണ് വർദ്ധിച്ചുവരുന്ന ആശങ്കയ്ക്ക് പിന്നിൽ. ജൂൺ 9-ന് ലക്ഷറി തൊയ്ബ ബസ്സിന് നേരെ ഭീകരാക്രമണം നടത്തി 9 മരണങ്ങളും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമ്മുവിലെ ഭൂപ്രദേശം വലിയ വെല്ലുവിളിയാണ് നൽകുന്നത്. ജമ്മു മേഖലയിലെ വിശാലവും സങ്കീർണവുമായ ഭൂപ്രദേശം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ മുതലെടുത്ത് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇടയ്ക്കിടെ തുരങ്കങ്ങൾ ഉപയോഗിച്ച് സായുധ ഭീകരരെ അയക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ജമ്മു കശ്മീർ പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും കാര്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നിട്ടും ജമ്മു സെക്ടർ ഒരു വെല്ലുവിളി നിറഞ്ഞ മേഖലയായി തുടരുന്നു എന്നതാണ് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ജമ്മു കശ്മീരിലെ ഭീകരതയ്ക്കെതിരായ പോരാട്ടം അതിന്റെ നിർണായക ഘട്ടത്തിലാണ്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൂഞ്ചിലും രജൌരിയിലും തീവ്രവാദം വീണ്ടും തലപൊക്കി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഭീകരർ വനമേഖലയിൽ തമ്പടിച്ചിരിക്കുന്നു എന്നതാണ് വലിയ വെല്ലുവിളി. നിബിഡ വനങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. 2021 ഒക്ടോബറിൽ സുരൻകോട്ട് വനത്തിലാണ് സൈന്യത്തിന് നേരെ ആദ്യത്തെ വലിയ ആക്രമണം നടന്നത്. അതിനുശേഷം പിർപഞ്ചൽ പർവ്വതനിരകളുടെ യാഥാർത്ഥ്യം ജമ്മു കശ്മീരിനെ കുറിച്ചുള്ള എല്ലാ സുരക്ഷാ കണക്കുകൂട്ടലുകളെയും തകിടം മറിച്ചു എന്ന് വേണം പറയാൻ. ഭരണഘടനാ പ്രകാരം പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ഗ്രൗണ്ട് സീറോയിൽ പിർപഞ്ചൽ, ചെനാബ് വാലി മേഖലകളിലെ ഹിന്ദു സമൂഹത്തെ സുരക്ഷിതമാക്കുക എന്നതാണ് മുൻഗണന. 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ നിന്ന് ഭീകരവാദം തുടച്ചു നീക്കുന്നതിന് മുമ്പ് നിരവധി ഹിന്ദുക്കളെ തീവ്രവാദികൾ ലക്ഷ്യമിട്ട് കൂട്ടക്കൊല ചെയ്തിരുന്നു. 90കളിലേതിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കാനാണ് ഭീകരർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് സൈന്യം പറയുന്നത്. 10 വർഷക്കാലം 95-നും 2005-നും ഇടയിൽ തീവ്രവാദികൾ ജമ്മു, രജൌരി, ദോഡ, കിഷ്ത്വാർ എന്നിവ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സുരക്ഷാ സേന ജനങ്ങളുടെ സഹായത്തോടെ പൂർണ്ണമായിട്ടും അവരെ നശിപ്പിച്ചു. ശത്രു വീണ്ടും സമാനമായ വെല്ലുവിളി ഉയർത്താനാണ് ശ്രമിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ സൈന്യം മുൻനിരയിൽ തന്നെയുണ്ട് എന്നതാണ് ആശ്വാസം. ജമ്മു കശ്മീരിനെ അശാന്തിയിലേക്ക് തള്ളി വീഴ്ത്താൻ ശ്രമിക്കുന്ന ഭീകരരെ പിന്നാലെ എത്തി പിടികൂടി നശിപ്പിക്കുവാൻ ഇന്ത്യൻ സൈന്യത്തിന് കെൽപ്പുണ്ട്. ഭീകരവാദത്തെ തുടച്ചു നീക്കുക എന്ന ശപഥത്തിൽ തന്നെയാണ് ഇന്ത്യൻ സേന. ഇന്ത്യൻ സർക്കാർ ഒത്തൊരുമയോടെ തന്നെ ഭീകരരെ ഉന്മൂലനം ചെയ്യാനായി സൈന്യത്തിന് പിന്തുണയുമായി ഉണ്ട്.
എന്തായാലും ഭീകരവാദം എന്ന വലിയ വിപത്തിനെ തുടച്ചു നീക്കാൻ ഇന്ത്യ അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ്. ഓരോ ഭീകരനെയും കൊന്നു തള്ളുമ്പോൾ ഭീകരവാദം എന്ന നാശത്തെ, വിപത്തിനെ തുടച്ചു നീക്കാൻ തന്നെയാണ് രാജ്യം ശ്രമിക്കുന്നത്.